മലേഷ്യയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് മലാക്ക. മുഖ്യമന്ത്രി രാജിവെക്കും ഏത് മുഖ്യമന്ത്രി? പൂക്കി ബസ് അല്ലേ ഷാദുലിനെ കാണാൻ ഭയങ്കര ലുക്കാണെന്ന് ആരോ കമന്റ്. ഡാൻസ് കളിക്ക് ഷാദുലെ. ചർച്ചിലെത്തി. ബ്യൂട്ടിഫുൾ സ്ഥലം. വേൾഡ് വാറില് സർവൈവ് ചെയ്ത സാധനമാണ്. ഞാൻ കൊണ്ടുപോവാ വീട്ടിലേക്ക്. വെനിസിറ്റി ആട്ടും കൂടെ തന്നെ. അസ്സലാമലൈക്കും. അപ്പം എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നെ ഈദ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിന്നുള്ളത് മലാക്കയിലാണ്. മലാക്ക മലേഷ്യയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് മലാക്ക. അപ്പം മലാക്കയിലേക്ക് കേരളന്നൊരു 2 hour ഡ്രൈവ് ഉണ്ട്. നമ്മളെങ്ങനെ വന്നതെന്നുള്ളതെല്ലാം കണ്ടിട്ടോ. സമയം രാവിലെ 5:30. നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? മലാക്ക. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റേഷനാണ്. എന്തായാലും ഒരു നാടൻ വൈബ് ഉണ്ട്. എന്തൊരു നാറ്റവും നാട്ടിലെത്തിയാലല്ലേ നാട്ടിലത്തെ ബസ് സ്റ്റേഷൻ ഒരു CBSE ഉണ്ടാ. ഒരു ഭീകരമായ ബസ് ടെർമിനൽ. 3-4 ഫ്ലോർ ഉണ്ട്. അവിടെ കുറെ ബസ് കാണുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ബസ് എന്നാണ് ഹായ്മ പറയുന്നത്. പോയോക്കാം. നമ്മളങ്ങനെ ടെർമിനലിൻ്റെ ഉള്ളിൽ കയറി. ഇനിയും ഒന്നും കൂടി തപ്പണം. എവിടെയാണ് മലാക്കയിലേക്കുള്ള ബസ്? മലാക്ക മാത്രം അതിൽ കാണിക്കുന്നില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ TBS. ഫുൾ ഫോം എന്താണെന്ന് അറിയില്ല. ബസ് സ്റ്റേഷൻ ടെർമിനലാണ്. വലിയൊരു സ്ഥലം. നമ്മളെ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത്. ബട്ട് ബസ് ഏത് മൂലക്കുള്ളതെന്ന് അറിയില്ല ഗൈസ്. അവിടെ 11B കൂടിയാണ് മലാക്കയിലേക്കുള്ള ബസ്സിലേക്ക് കയറേണ്ടത്. സ്കാൻ ചെയ്യൂ. ശരി മക്കാസി, താങ്ക് യു. സേഫ് ജേർണി. സീ യു അഗൈൻ. ശരിക്കൊരു എയർപോർട്ട് തന്നെ അല്ലേ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. അപ്പം ട്രിപ്പ് മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത് ഹായ്മാണ്. അതുകൊണ്ട് ഒരു തേങ്ങ എനിക്കറിയില്ല. ഇപ്പം എല്ലാ വ്ളോഗില് സംസാരിക്കാൻ പോകുന്നത് ഹായ്മ. പിന്നെ ഹായ്, ബസ് ടിക്കറ്റ് എങ്ങനെ എടുത്ത്? ബസ് ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ബസ് ടിക്കറ്റ്സ് അങ്ങനെ എന്തോ സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. അടുത്താക്ക് പോകുന്നത്. പിന്നെ ടിക്കറ്റ് ഒരാൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് 13 റിങ്കറ്റ്. 13 റിങ്കറ്റ് അങ്ങോട്ടേക്ക് മലാക്കയിലേക്ക് പോവാന് 2 മണിക്കൂർ ട്രാവൽ അല്ലേ? നമ്മുടെ ബസ് 11B ഇവിടെ എടുത്ത്. ഈ സ്ഥലത്തിൻ്റെ പേര് TBS. മുഖ്യമന്ത്രി രാജിവെക്കും. വേറൊന്നും പറയല്ല. ഏത് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യം? പറയണ്ടേ? ചെന്നൈക്ക് ഉറക്കം വന്നിട്ട് ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ രണ്ടാളും രാത്രി ഉറങ്ങാന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്നിട്ട് രാത്രി ഇങ്ങനെ ഇരുന്ന് പിന്നെ സമയം പോയി. അങ്ങനെ എണീച്ച് വന്ന്. അപ്പോൾ നമ്മളാ ബസ് വന്നിട്ടുണ്ട്. ഇനി ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യുന്നു. ബസ് കയറുന്നു. അടിപൊളി ബസ്സാണല്ലോ. ഇനി ബസ് ഗൈസ് ഇങ്ങനെ കിടന്ന് ഉറങ്ങാം. നല്ല വ്യൂ. പൊളി നല്ല സ്പേസ് ഉണ്ട്. ഷാദുൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചിരുത്തണം. നമ്മളവിടുന്ന് ബസ് എടുത്തിരിക്കുന്നു. പിന്നെ 2 മണിക്കൂർ ബസ്സിൽ യാത്ര. പുറത്ത് വെളിച്ചം വന്ന ഗൈസ്. അപ്പം നമ്മൾ മലാക്ക എത്തി. നമ്മൾ ഈ ബസ്സിലാണ് വന്നത്. വെൽക്കം ടു മലാക്ക. ഒന്നും അറിഞ്ഞില്ല ഗൈസ്. കയറി പാട്ടിടാന്ന് വിചാരിച്ചിട്ട് ഇയർഫോൺ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ആഡ് വന്ന് ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണുറക്കം നോക്കലും മലാക്ക എത്തി. ഒരു ബലത് വൈബില്ല സ്ഥലം. നമ്മളെ പൂക്കി ബസ് വരുന്നുണ്ട്. ഇല്ല വേണ്ട. നമ്മ ഇവിടെ ഇറങ്ങിയത് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് അവിടുന്ന് ഇങ്ങനെ നടന്ന്
ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനുള്ള വഴി ഉണ്ടെന്ന് തോന്നുന്നു. ചുറ്റി 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 അങ്ങനെയല്ലേ ഇവിടെ എത്തിയിരുന്നത്. നമ്മളെ പൂക്കി ബസ് അല്ലേ ഗൈസ്? പൂക്കി സാധാരണ കാണാൻ ഭയങ്കര ലുക്കാന്ന് ആരോ കമന്റ് ഇട്ട് അതിന് ശേഷം തൊപ്പി. ബസ് ഓരോ മണിക്കൂറിലുള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മെല്ലെ ഗ്രാബ് എടുത്ത് പോകാൻ വിചാരിക്കുന്നു. ചെറുതായിട്ട് നമ്മൾ കണ്ണൂരോടെ എത്തിയാലുണ്ട്. കൊറോണ ടൈമിൽ ടാക്സി കയറിയ പോലത്തെ ഒരു വൈബ് ഗൈസ്. ഒരക്ഷരം ഉണ്ടാകാത്ത ആളോ, നല്ലൊരു മനുഷ്യൻ. ഗൈസ് നമ്മളങ്ങനെ വാവ്, സൈക്കിളല്ലേ? സൈക്കിളാണ് ഇത് ഫ്രെയിം ഗൈസ്. ഡാൻസ് കളിക്കാതല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഡച്ച് സ്ക്വയർ. ഡച്ചുകാർ വന്നിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ക്ലോസ് ആണോ? അല്ല ഓപ്പൺ തന്നെ. ഇത് ചില്ലറ സംഭവം എന്നല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പഴയ ഒരു ചർച്ചാണ്. 16 സംതിങ്ങിൽ ഉണ്ടാക്കിയ 1650 അങ്ങനെ എന്തോ കറക്റ്റ് ഡേറ്റ് ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മളിനി മേലോട്ടേക്ക് കയറും. അടുത്ത് നമ്മൾ തിരിച്ചിങ്ങോട്ടേക്കാണ് വരും. വൈബ് സ്ഥലം എന്ന് പറഞ്ഞാൽ വൈബ് സ്ഥലം. കുറേ ഫോട്ടോ എടുക്കാൻ തോന്നും. പക്ഷേ സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ മേലെ പോയിട്ട് അവിടെ വരാം. അപ്പോൾ ഇവിടെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് സെറ്റപ്പെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഏതോ യുദ്ധത്തിൽ യൂസ് ചെയ്ത സാധനമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നല്ലോ. അതായത് ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള എന്തെല്ലോ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു തേങ്ങയും നോക്കാത്തതുകൊണ്ട് പെട്ടെന്നുള്ളൊരു ട്രിപ്പ്. ഇത് മിന്നാതെ രാത്രി പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പായിരുന്നു. ഇന്നലെ രാത്രി സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അല്ലാണ്ട് വേറൊരു അറിവ് എനിക്കില്ല ഈ സ്ഥലത്തെ പറ്റി. താങ്കൾക്കോ? താങ്കൾ ഭയങ്കര റിസർച്ച് എല്ലാം നടത്തി എവിടെ പോകണ്ട എവിടെ തിന്നണ്ട എല്ലാം നോക്കിയിട്ടേ ഉള്ളൂ. സ്ഥലത്തിനെ പറ്റിയൊന്നും ഇൻഫർമേഷൻ ഒന്നും കണ്ടിട്ടില്ല. അവിടെ എത്തുമ്പോൾ കണ്ടുപിടിക്കാം. ഇവിടെ എത്തിയപ്പോൾ ബോർഡെല്ലാം കാണുന്നില്ല, അതുപോലെ വായിച്ച് പഠിക്കാം. ബുക്കിറ്റ് മലാക്ക. നമ്മൾ അങ്ങനെ സെൻറ്റ് പോൾ ചർച്ചിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ കയറി അവിടെ മേലെ കയറണം. ഇതേ വഴിയിലേ കൂടിയാണ് സുജിത് ഭക്തൻ ഒരു 9 മാസം മുമ്പ് ഇട്ട വീഡിയോയിൽ പോയത്. പണ്ട് പോർച്ചുഗീസുകാർ കപ്പലിൽ വന്നെന്ന് പറഞ്ഞല്ലേ? ഈ കപ്പലിൽ വന്നത്, ആ കപ്പലിൽ അതിൽ വന്നിട്ട് ലാസ്റ്റ് വെള്ളം വെട്ടിപ്പോയി, അവിടെ കുടുങ്ങി, പിന്നെ തിരിച്ചു വാങ്ങിയിട്ടില്ല. അവര് വന്നു ശരിക്കും അങ്ങ് അവിടെ കടല് ഇവിടം വരെ ഉണ്ടായി വെള്ളം, ഇവിടം വരെ. എന്നിട്ട് അവിടെ കപ്പൽ നിർത്തി അവിടെ നിന്ന് നീന്തി ഇങ്ങോട്ടേക്ക് വന്ന് എന്നിട്ടല്ലേ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയത്. അവർ ഇവിടെ തന്നെ കുടുങ്ങി. വേണ്ട, റീലെടുക്കണം, യൂട്യൂബ് വീഡിയോ എടുക്കണം, സിനിമാറ്റിക് വീഡിയോ എടുക്കണം, എല്ലാം കൂടി ഒന്നിച്ച് നടക്കില്ല. ഇന്ന് മെയിനായിട്ട് വ്ളോഗിൽ ഫോക്കസ് ചെയ്യുക. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് സിനിമാറ്റിക് ആക്കാൻ ആണ് പ്ലാൻ. ബാക്കൽ ഫോർട്ടിലെ കല്ല് അവിടുന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പം അമ്മ അങ്ങനെ ചേർച്ചിലെത്തി. വൈബ് സ്ഥലം. അങ്ങനെ അവിടെ കുറേ ഷിപ്പ് കാണുന്നുണ്ട്. നല്ല വൃത്തിക്ക് ഇങ്ങനെ കേക്ക് മുറിച്ച് വെച്ച പോലെ കുറേ ബിൽഡിംഗ് ഉണ്ട്. അടിപൊളി അടിപൊളി. അതിലൊരു IT കാരനെ തന്നെ നീ ഉണ്ട്. അപ്പൊ ഇതാണ് ചർച്ച് ഓഫ് സെന്റ് പോൾ. അപ്പം അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഇതൊരു സുജിത് ഭക്തൻ കയറിയൊരു, എല്ലാം സുജിത് ഭക്തൻ തന്നെ വീഡിയോ ഉണ്ടിന്. അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിക്ക് 20 റിങ്കറ്റ്സ് ആണെന്നാണ് അതിൽ പറഞ്ഞത്. ഐ കാർഡ് ഉള്ള ആൾക്കാർക്ക് 20, ഫോറിനേഴ്സിന് 26. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഉള്ള 360 വ്യൂ കിട്ടും. നൈസ് സാധനം, ഉപയോഗിക്കണം. എന്താ പറ്റിയ നീ എന്താക്കിനി? അപ്പൊ നമ്മളെ ഹിസ്റ്ററി ഹായും സാർ പറഞ്ഞുതരും. എന്നെ പിടിച്ച് പറ ഈ സ്ഥലത്തിന്റെ പേര് ബുക്കിറ്റ് മലാക്ക എന്നാണ് ആദ്യം പേര്. ബുക്കിറ്റ് സെയിന്റ് പോൾ എന്ന് പിന്നെ മാറിയതാണ്. ആദ്യം പോർച്ചുഗീസ് വന്ന് അവരുടെ കോളനൈസ് ചെയ്ത് അവരുണ്ടാക്കിയ ചേർച്ചാണ്. അവർ വന്ന കപ്പൽ അവിടെ
ഒന്ന് പോണേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഇടയിൽ ട്രേഡേഴ്സ് എല്ലാം വന്നു, അറബ് രാജ്യത്തു നിന്നെല്ലാം വന്നു, ചൈനയിൽ നിന്നും വന്നു. എല്ലാം കഴിഞ്ഞ് മെല്ലെ കഴിഞ്ഞിട്ട് ഇത് ഡച്ച് ആൾക്കാർ വന്ന് അവരെന്നിട്ട് ഇവിടെ താമസമായി തുടങ്ങി. ഇവിടെ ഒരു കോളേജ് തുടങ്ങി ക്രിസ്ത്യൻസിൻ്റെ. അതിനകത്ത് ഒരാളുണ്ട് സെയിൻറ്റ് പോൾ തന്നെ താമസിക്കുന്ന ഇതിൽ. അയാളുടെ പേരിലേക്ക് പിന്നെ മാറ്റിയതാണ് കുക്ക് വിത്ത് സെയിൻറ്റ് പോൾ. അത്രയുള്ള കഥ മനസ്സിലായ. അപ്പം ആദ്യം പോർച്ചുഗീസ് ഞാനിനി പറഞ്ഞ് കൊളാക്കുന്നില്ല, നമുക്കുള്ളിലേക്ക് പോവാം. ഓഹോ, അപ്പം മുമ്പൊരു ചേർച്ച് ഉണ്ടായതാണ്. അവിടെ കുറേ ആൾക്കാരെ ടോം സ്റ്റോണ് എന്ത് വൃത്തിയിലാണ് എഴുതിയത് നോക്ക്. കറക്റ്റ് ലൈനായിട്ട് കഴിയോ ഷാദുലിന് കഴിയോ ഇങ്ങനെ ഇതും. This slab marks the grave of Frau van Riebeck, wife of John van Riebeck, founder of Cape Colony. The original gravestone was removed to the Cape Town. Okay, ഇവിടുന്ന് മാറ്റി. South Africa, Cape Town. ഒരാള് പാട്ടെല്ലാം പാടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മലേഷ്യയിൽ വരുന്ന ആൾക്കാർ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ആകെ 2 മണിക്കൂറായിട്ടുള്ളൂ ബസ്സിൽ കാറിലായാലും. 2 മണിക്കൂർ കേരളിന്. ഗൈസ് ഇയാളെ കണ്ട, അയാളെ മേലെന്തോ ഉണ്ടോ നോക്കി. അയാളെ ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മളെ കയ്യിലെല്ലാം വെച്ച് ഫോട്ടോ എടുക്കാനുള്ള സാധനമാണ്. അപ്പം അയാൾ ആ നിൽക്കേണ്ട സ്ഥലമെല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നത്. പൊളി. ഓ, ഇത് അതിനെ ഇടാനായിട്ട് തന്നെ അല്ലേ? ഓരോരോ അന്ധവിശ്വാസം. ഇവിടെ ഒരു സുവനീറിൻ്റെ ഷോപ്പെല്ലാം കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് വാങ്ങണം ഇതെടുക്കാറ്. ഇത് ഭയങ്കര കളർഫുള്ളായി പോയി. ഇത് കുറച്ചും കൂടി എടുക്കാല്ലേ? ഈ കപ്പലിലെടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഷോപ്പിൽ നിന്നൊരു മാഗ്നറ്റ് വാങ്ങി മലാക്കാന്ന് എഴുതിയിട്ട്. സൗദി പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോണ്ടേ, 2-3 വാങ്ങി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. പോകുന്നതിൻ്റെ സമയത്ത് വാങ്ങാൻ കിട്ടിയില്ലെങ്കിലോ. നമ്മളെ ഫയർഫോഴ്സ് എഞ്ചിൻ്റെ അടുത്തെത്തി. 1939 by Chief Police Officer of Malacca, the British fought along the fire engine to Singapore, but it transferred back to Malacca. Japanese. ബ്രിട്ടീഷുകാർ സിംഗപ്പൂരിലേക്ക് കൊണ്ടുവന്ന വണ്ടിയാണ്. എന്നിട്ട് ജപ്പാൻകാരെന്ത് ചെയ്ത് മലാക്കയിലേക്ക് കൊണ്ടുവന്ന്. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ the vehicle was placed under the control of Malacca. വേൾഡ് വാറിൽ സർവൈവ് ചെയ്ത സാധനമാണ്. കളി വേറെ പൊളി സാധനം. ഞാൻ കൊണ്ടുപോവാ വീട്ടിലേക്ക്. വെനിസിറ്റി. അപ്പം ജോങ്കർ വാക്ക് മാർക്കറ്റ്. അവിടെയും ദൂര്യൻ. ഇവിടെ മാസിലിട്ട ആൾക്കാർ എന്തൊരുമാതിരി ചീറ്റയിൽ നടക്കുന്നവരെ കാറ്റേ കൊടുക്കും. ആട്ടും കൂടെ തന്നെ.